വാൾനട്ടും മുന്തിരിയും പിന്നെ ഈ ചിയാ സീഡ്സും കൂടെ കാണുമ്പോൾ ഞാൻ വല്ല ഡയറ്റിലാണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഒരിക്കലും ഡയറ്റിലൊന്നുമല്ല. എന്റെ സ്കിൻ കുറച്ചൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടി നോക്കുന്നതാണ്. അത്യാവശ്യം പിമ്പിൾ എന്റെ ഫേസിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരിച്ചിരി വയറും കൂടെ കുറഞ്ഞാൽ കൊള്ളായിരുന്നു. വെയിറ്റ് കുറയ്ക്കാതെ വയറ് മാത്രം കുറയ്ക്കാൻ എന്തെങ്കിലും മാർഗം നിങ്ങൾക്ക് അറിയാമോ? ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. രാവിലെ ഈ ബ്രൊക്കോളി എടുത്ത് പിടിച്ചേക്കുന്നത് ഞാൻ ഹെൽത്ത് കോൺഷ്യസ് ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ. ഇന്നെന്റെ ഒരു മടി ദിവസമാണ്. അതുകൊണ്ട് ഈസി പീസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഞാൻ നോക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഇടിയർച്ചയുടെ വീഡിയോ ഇട്ടപ്പോഴേ കുറെ ആളുകൾ എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇത്ര എളുപ്പത്തിലുള്ള എന്തെങ്കിലുമൊക്കെ റെസിപ്പീസ് ഉണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യട്ടോന്ന്. പിന്നെന്താ, ഞാൻ മുഴുവൻ ഉടായിപ്പല്ലേ, എന്റെ കൈ നിറച്ച് ഈസി പീസി റെസിപ്പീസ് ഉണ്ട്. ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യാൻ ഒരെണ്ണം. നല്ല തിളച്ച ചൂടുവെള്ളത്തില് ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മുടെ ബ്രൊക്കോളി ഒന്ന് 2-3 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കണേ. ബ്രൊക്കോളി ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ച് നമ്മുടെ പാൻ എടുത്ത് അതിലേക്ക് ഒരു ഇത്തിരി ക്യാരറ്റ് ഒലിവ് ഓയിലിൽ ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് വഴറ്റിയെടുക്കാമേ. പിന്നെ ബ്രൊക്കോളിയും കൂടെ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുക്കണം. അതും കൂടെ ജസ്റ്റ് ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും മുട്ട നമുക്ക്, ഞാൻ അതിൽ തന്നെയാണ് പൊട്ടിച്ച് വെക്കുന്നത്. എനിക്ക് പാത്രം കഴുകാൻ മടിയായോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇതിൽ പൊട്ടിച്ച് വയ്ക്കാം. അങ്ങനെ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് ഇച്ചിരി കുരുമുളകും അതുപോലെ ഉപ്പും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നമുക്ക് പ്ലേറ്റിലാക്കാം. ഇതിന്റെ കൂടെ ഞാൻ ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത്. ഇതിന് പേരൊക്കെ ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കും.